ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ച് ദൈവത്തിൻ്റെ ചിന്തകൾ ദൈവം നമ്മളെ അറിയിക്കും. ആമേൻ. സ്തോത്രം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം 12 ആഴ്ചകളായി നമ്മൾ ഒരു വിഷയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ ആഴങ്ങൾ കർത്താവ് നമ്മളെ മനസ്സിലാക്കി തന്നു. ആമേൻ. ഹല്ലേലൂയ. അതെങ്ങനെയായിരുന്നു? ഇടുക്കുവാതിലൂടെ കടക്കാൻ പോരാടുകയും പലരും കടക്കാൻ നോക്കും, കഴിയില്ല താനുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. വീട്ടുടവിൽ എഴുന്നേറ്റ് കഥ കടച്ച ശേഷം നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കഥകിന് മുട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. അന്നേരം നിങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കൊടുക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തില്ലയോ എന്ന് പറഞ്ഞു തുടങ്ങും. അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവയെ എന്നെ വിട്ടു പോകുവിൻ എന്ന് പറയും. ഹല്ലേലൂയ. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവയെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്ത് പറയും. ആമേൻ. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എന്താണ് ആ ജനം ചെയ്ത അനീതി? ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ വരുന്നത് അനീതിയാണോ? പാട്ടുപാടുന്നത് അനീതിയാണോ? ആമേൻ. ഹല്ലേലൂയ. സഭായോഗങ്ങളിൽ വരുന്നത് അനീതിയാണോ? ആമേൻ. സൺഡേ സ്കൂളിൽ ഇരിക്കുന്നത് അനീതിയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. ഹല്ലേലൂയ. അതൊന്നും അനീതിയല്ല. പക്ഷെ ഇവർക്ക് എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. ഒരു വാക്കേ കർത്താവ് പറഞ്ഞുള്ളൂ, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്ത് പറയും. ഇത് തന്നെയാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ ആമേൻ കർത്താവ് ഗിരിപ്രഭാഷണത്തിലും പറയുന്നത്. ആമേൻ. അവിടെ പറയുന്നത് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ. ഹല്ലേലൂയ. ഇംഗ്ലീഷിലേക്ക് നമ്മൾ തിരിയുമ്പോൾ രണ്ടിന്റെയും അർത്ഥം, ആശയം സെയിം തന്നെയാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ഈ അനീതി? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മൾ ചിന്തിച്ചു. ലൂക്കോസ് സുവിശേഷം തന്നെ 16-ാം അധ്യായത്തിൽ അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അതില്ലാതെ ആകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാനിടയാകും. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആരും പരമേൽപ്പിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായിരുന്നില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആര് പരമേൽപ്പിക്കും? ഇന്നീ പ്രഭാതത്തിലും പരിശുദ്ധാത്മാവിന് ലോകത്തിലെ വിവിധ ഭാഗത്തിലിരിക്കുന്ന ദൈവജനത്തോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ,
അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. ഹല്ലേലൂയ. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആര് പരമേൽപ്പിക്കും? ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ ദൈവം നമ്മളെ സത്യമുള്ള രാജ്യത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഹല്ലേലൂയ. നീതി വസിക്കുന്ന സത്യമുള്ള ദൈവരാജ്യത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്, നമ്മളെ ചേർക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ സത്യമായ കാര്യങ്ങൾ ദൈവത്തിന് നിങ്ങളെ വരമേൽപ്പിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, വരമേൽപ്പിക്കണമെങ്കിൽ അത്യല്പത്തിൽ വിശ്വസ്തനായിരിക്കണം. ആമേൻ. അത്യല്പത്തിൽ വിശ്വസ്തനായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആര് പരമേൽപ്പിക്കും? എന്നിട്ട് പറയാണ്, അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആര് തരും? ആമേൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ മാമോൻ, അത്യല്പം, ഈ അല്പം നിങ്ങൾക്ക് തരുന്നത്, ആമേൻ, ഹല്ലേലൂയ, അത് അന്യമായതാണ്. ഹല്ലേലൂയ. അത് അന്യമായതാണ്. അത് സ്ഥിരമായി നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല. ആമേൻ. സ്ഥിരമായി നിങ്ങളുടെ ബാങ്കിൽ ഉണ്ടാകില്ല. സ്ഥിരമായി നിങ്ങളുടെ, ആമേൻ, പ്രോപ്പർട്ടി ആയിട്ട് ഇരിക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആര് തരും? ആമേൻ. അപ്പോൾ എന്താണ് സ്വന്തമായത്? സ്വന്തമായത് ദൈവത്തിന്റെ രാജ്യം. ആമേൻ. ഹല്ലേലൂയ. അതാണ് നമ്മൾക്ക് സ്വന്തം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച്, ഹല്ലേലൂയ, ആമേൻ, നമ്മളുടെ വിചാരം നമ്മൾ ഈ ഭൂമിയിൽ ഇറ്റേണിറ്റി ഇവിടെയാണ് എന്നുള്ളൊരു രീതിയിലാണ് ഇന്ന് വിശ്വാസികൾ പോലും ഭൂമിയിൽ ജീവിക്കുന്നത്. നമ്മളുടെ നിത്യത ഭൂമി തന്നെയാണ്. ഈ ഭൂമിയിലുള്ളതൊക്കെയാണ് നമ്മളുടെ, ഹല്ലേലൂയ, നിത്യതയ്ക്ക് ദൈവം തന്നിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഇന്ന്, ആമേൻ, വിശ്വാസികൾ പോലും ഭൂമിയിൽ ജീവിക്കുന്നത്. അങ്ങനെയല്ല വചനം പറയുന്നത്. ഇത് അത്യല്പമാണ്. ആമേൻ. ഹല്ലേലൂയ. ഇത് അന്യമായതാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ അന്യമായതും അത്യല്പത്തിൽ ഇവിടെ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആര് തരും? നിങ്ങൾക്ക് നിത്യമായത് ആര് തരും? നിത്യ കൂടാരം, നിത്യഭവനം, ദൈവത്തോടൊപ്പമുള്ള വാസം ആര് തരും? ദൈവം തരുമോ? ഹല്ലേലൂയ. ആമേൻ. ദൈവം തരില്ല വിശ്വസ്തരായിരുന്നില്ല എങ്കിൽ. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്ക് പറയാണ്, ആമേൻ, സ്തോത്രം, രണ്ട് യജമാന്മാരെ സേവിപ്പാൻ ഒരു വൃത്തിനും കഴിയുകയില്ല. ഹല്ലേലൂയ. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ആമേൻ. ദൈവത്തെയും പണത്തെയും, ഹല്ലേലൂയ, ഒരുമിച്ച് സ്നേഹിക്കാൻ കഴിയുകയില്ല. ആമേൻ. ദൈവത്തെയും സമ്പത്തിനെയും വസ്തുവകകളെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയുകയില്ല. ആമേൻ. അനീതിയും മാമോനും അവർ സമ്പർക്കത്തിലാണ്, അവർ നല്ല ബന്ധത്തിലാണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു, അല്ലേ? പിശാചും പണവും നല്ല സമ്പർക്കത്തിലാണ്. ആമേൻ. അപ്പൊ ഒരു ദൈവ പൈതലിന്, ആമേൻ, സ്തോത്രം, അവൻ പണത്തിന്റെയോ സമ്പത്തിന്റെയോ വസ്തുവകകളുടെ പിന്നാലെ പോയാൽ, ഹല്ലേലൂയ, അനീതിയായിട്ട് ദൈവം കണക്കിടും. അനീതിയായിട്ട് ദൈവം കണക്കിടും. വിശ്വാസിയെ, ഈ പ്രഭാതത്തിൽ നീ ശ്രദ്ധിച്ച് കേൾക്കാൻ, അനീതിയായിട്ട് ദൈവം അത് കണക്കിടും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് വിശ്വാസികൾ, ആമേൻ, അന്ത്യനാളിൽ കർത്താവിന് മുമ്പിൽ കരഞ്ഞുകൊണ്ട്, കേണപേക്ഷിച്ചുകൊണ്ട്, കർത്താവേ
നീ ഞങ്ങളുടെ തെരുക്കോണുകളിൽ പ്രസംഗിച്ചില്ലയോ? ഞങ്ങൾ ഉണ്ടായിരുന്നല്ലോ, നിന്നോടൊപ്പം ഞങ്ങള് ഭക്ഷണം കഴിച്ചല്ലോ. ആമേൻ, ഹല്ലേലൂയ. എന്നുവെച്ചാൽ വിശ്വാസികൾ ദൈവസഭയോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട്, ദൈവവചനം കേട്ടുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ആമേൻ, സഭായോഗങ്ങളിലും ആമേൻ കൃത്യനിഷ്ഠ പാലിച്ചുകൊണ്ട് ജീവിതം നയിച്ചവരായിരുന്നു. അവരെ നോക്കി ദൈവം പറയാണ്, അന്ത്യനാളിൽ അനീതി പ്രവർത്തിക്കുന്നവരെ. അപ്പോൾ നമ്മൾ തോന്നിപ്പോകും, അയ്യോ അതൊരു അനീതിയാണോ, അത് അനീതിയാണോ? അപ്പോഴാണ് നമുക്ക് വചനം കൃത്യമാക്കി മനസ്സിലാക്കി തരുന്നത് എന്താണ് ദൈവം ഉദ്ദേശിച്ച അനീതി. ആമേൻ, എന്താണ് ദൈവം ഉദ്ദേശിച്ച അനീതി? ഹല്ലേലൂയ, ആമേൻ. വ്യക്തമായിട്ട് പറയല്ലേ വചനം, ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ ഒരു ഭൃത്യനും ഒരു വിശ്വാസിക്കും കഴിയുകയില്ല ഭൂമിയിൽ. ഹല്ലേലൂയ. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല. ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. ഇത് രണ്ടും കൂടി ചേർന്ന് പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ. അതെ, പിശാചിട്ടിരിക്കുന്ന ആ മറയിൽ, ആ താൽക്കാലിക കർട്ടൻ, ആ മറയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോഴറിയത്തില്ല. ഹല്ലേലൂയ, ആമേൻ. ഒരു നാൾ പിടിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നാൾ പിടിക്കപ്പെടും. ഇപ്പോൾ അറിയത്തില്ല. കുളത്തില്, ആമേൻ, ഈ കെട്ടുകളില് നാട്ടിലൊക്കെ ചെമ്മീൻ കൃഷിയൊക്കെ നടത്തുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, അവർക്ക് തീറ്റയൊക്കെ ഇട്ടുകൊടുത്ത് ഈ ചെമ്മീനും മീനുകളൊക്കെ നല്ല കൊഴുത്ത് തടിച്ചിരിക്കും. ഹല്ലേലൂയ. അവര് വളരെ കളിച്ച് ഉല്ലസിച്ച് അതിൽ പരന്ന് നടക്കുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ അറിയത്തില്ല. ഒരു സമയം വരുന്നുണ്ട്, കെട്ട് വറ്റിക്കുന്ന, ആമേൻ, സമയം. ഇതിനകത്തുള്ള വെള്ളമെല്ലാം വറ്റിച്ച് മാറ്റി കഴിയുമ്പോൾ പ്രാണന് വേണ്ടി, ഹല്ലേലൂയ, ആമേൻ, ഈ മീനുകളും ചെമ്മീനുകളും, സ്തോത്രം, ഹല്ലേലൂയ, വേണ്ടി കിടന്ന് വെപ്രാളപ്പെടുമ്പോൾ അതിനെ കോരിയെടുത്തുകൊണ്ട്, ആമേൻ, കച്ചവടക്കാർ പോകുന്നതും കാണാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതേപോലെ ഈ ലോക ജീവിതം ഒരു താൽക്കാലിക ജീവിതമാണെന്നും ഇവിടെ നമുക്കുള്ളത്, ഹല്ലേലൂയ, ഒന്നും സ്ഥിരമായി ഇവിടെ, ഹല്ലേലൂയ, ഉള്ളതല്ല എന്നും ബോധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവവചനം കാണിക്കുന്ന മാതൃക പ്രകാരം പണത്തെ, സമ്പത്തിനെ, വസ്തുവകകളെ നിയന്ത്രിച്ചില്ല എങ്കിൽ, ക്രമീകരിച്ചില്ല എങ്കിൽ അനീതി ഉള്ള വ്യക്തിയെ എന്ന് ദൈവം നിന്നെ നോക്കി പറയും. ഏത് വിശ്വാസിയായിരുന്നാലും, ഹല്ലേലൂയ, സാധാരണ ഒരു വിശ്വാസിയായിരുന്നാലും, കൂലിവേല ചെയ്യുന്നവനായിരുന്നാലും, ആമേൻ, സമ്പത്തിൽ പറന്നു നടക്കുന്നവനായിരുന്നാലും, ഹല്ലേലൂയ, ആമേൻ, ഏതവനായാലും അവന്റെ ഉള്ളത്തിൽ, ഹൃദയത്തിന്റെ വിചാരങ്ങൾ അറിയുന്നവനാണ് ദൈവം. ആമേൻ. ഒരുപക്ഷെ നിനക്ക് സഭയുടെ മുമ്പിൽ കളിക്കാം, വിശ്വാസികളുടെ മുമ്പിൽ, ആമേൻ, അഭിനയിക്കാം. ഹല്ലേലൂയ. പാസ്റ്ററായും മറ്റ്, ഹല്ലേലൂയ, മറ്റ് ശുശ്രൂഷ വേളയില് ആയിരിക്കുന്നവർക്കും അഭിനയിക്കാം. പുറത്ത് ഉള്ളതുപോലെ അറിയുന്ന ദൈവമാണ്. ഹൃദയ വിചാരങ്ങൾ അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ആമേൻ. ദൈവം ഉള്ളിലേക്ക് നോക്കിയിട്ട് അന്നാളിൽ ദൈവം പറയോ, നമ്മളെ നോക്കി, അനീതിയുള്ളവനെ എന്ന് പറയോ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിക്കുക, വചനം വിശ്വസിക്കുക. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ ആഴങ്ങൾ മനസ്സിലാക്കുക. ആമേൻ. രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ ഒന്നും ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല. അതെല്ലാം ബേസിക് സ്റ്റെപ്സ് ആണ്. ഹല്ലേലൂയ. അത് ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്ന് വെച്ച് അത് ഒതുങ്ങിയല്ല. പിന്നെ ഒരു യാത്രയാണ്, മരുഭൂമി യാത്ര പോലെ. ആമേൻ, സ്തോത്രം. ഈ മരുഭൂമി യാത്രയിൽ അനേകം പേർ വിട്ടുപോകും, അനേകം പേർ, ഹല്ലേലൂയ, പിന്മാറ്റത്തിൽ പോകും.
അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പോൾ നമുക്ക് ഒരു ധാരണ ഏകദേശം കിട്ടി എന്താണ് അനീതി. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇനി അതിന്റെ അല്പം ആഴത്തിലേക്ക് കൂടി ചിന്തിച്ചാല് ഫസ്റ്റ് ജോൺ 1 യോഹന്നാൻ അതിന്റെ 5-ാം അധ്യായത്തില് ഒരു വാക്ക് ദൈവത്തിന്റെ വചനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ ഇത് ആമേൻ ചിന്തിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവം പ്രാർത്ഥനയിൽ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന ഒരു വാക്യമാണിത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ദൈവത്തിന്റെ ആത്മാവിന്റെ കൃത്യമായിട്ടാണ് കണക്ട് ചെയ്ത് പോകുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ, ആ മൂവ്മെന്റ് അത് എത്രയോ രസകരമാണ്. ഹല്ലേലൂയ, എത്രയോ ഇൻഫോർമേറ്റീവാണ്. ആമേൻ, സ്തോത്രം. ഇങ്ങനെയാണ് ആ വാക്ക്: ഏത് അനീതിയും പാപം ആകുന്നു, മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താനും. തൊട്ടടുത്ത വാക്കുകൾ, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഹല്ലേലൂയ. ഏത് അനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താനും. എന്ന് വെച്ചാൽ നിത്യമരണത്തിന്, നിത്യ തീപ്പൊയ്കയിൽ പോയി കിടക്കാൻ ഹല്ലേലൂയ അല്ലാത്ത പാപമുണ്ട്. ആമേൻ. ചില സഹോദരന്മാര് പാപം ചെയ്താൽ ആമേൻ നമ്മുടെ അറിവിൽ ഹല്ലേലൂയ ഇന്ന സഹോദരൻ ഇന്ന സഹോദരി ചില പാപത്തിൽ വീണ്ടുപോയി എന്ന് നമുക്ക് ബോധ്യമുണ്ടായി നമ്മൾ അവരോട് അറിയിക്കുന്നു. സഹോദര സഹോദരി മാനസാന്തരപ്പെടണം എന്ന് അറിയിക്കുന്നു. ഹല്ലേലൂയ. അവർ കേട്ടാൽ അനുസരിച്ചാൽ ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവരെ വിടുവിക്കും. എങ്കിലും ഇവിടെ പറയുന്നത് ഏത് അനീതിയും പാപമാകുന്നു, ഏത് അനീതി പാപമാകുന്നു, മരണത്തിന് അല്ലാത്ത പാപമുണ്ട് താനും. നമ്മൾ നേരത്തെ വായിച്ച അനീതിയില്ലേ, ഫൈനൽ ജഡ്ജ്മെന്റില് ആമേൻ, കർത്താവ് ഹല്ലേലൂയ ഈ മക്കളെ നോക്കി നേരത്തെ വിളിച്ചില്ലേ, സ്തോത്രം. നിങ്ങൾ കഥകളിൽ നിന്ന് മുട്ടിത്തുടങ്ങുമ്പോൾ ആമേൻ, ഹല്ലേലൂയ ഞാൻ പറയും, നിങ്ങൾ എവിടെ നിന്ന്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തുടങ്ങും, കർത്താവേ നിന്റെ കൂടെ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തല്ലോ, ഞങ്ങളുടെ തെരുക്കോണങ്ങളിൽ നീ പ്രസംഗിച്ചല്ലോ, ഞങ്ങൾ ഫുൾ അറ്റൻറ്റീവ് ആയിരുന്നു, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം പറയും, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും ഞാൻ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കി അനീതി എന്താണെന്ന്. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കത്തില്ല. സമ്പത്തിനെയും പണത്തെയും ദൈവത്തെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കത്തില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ. ആമേൻ. അപ്പൊ അനീതി എന്താണെന്ന് മനസ്സിലായി. അവര് നരകത്തിൽ പോകാൻ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. പണത്തെയും ദൈവത്തെയും ആമേൻ ഒരുമിച്ച് സേവിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചത് ഏത് അനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപമുണ്ട് താനും. അപ്പോൾ നമ്മൾ നേരത്തെ വായിച്ച ആ ഭാഗമില്ല, ആ അനീതി നിത്യമരണത്തിന് യോഗ്യമായ പാപം തന്നെ. പ്രൈസ് ദി ലോർഡ്. നിത്യമരണത്തിന് യോഗ്യമായ പാപമാണ് ദ്രവ്യാഗ്രഹം എന്ന നീതി, മാമോന്റെ പുറകെ പോകുന്ന നീതി.
സമ്പത്തിന്റെ പുറകെ പോകുന്ന അനീതി, പണം പെരുപ്പിക്കുന്ന അനീതി, ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുന്നത് ആ അനീതി. ഹല്ലേലൂയ. ഏതനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപം എന്താണ്? അപ്പോൾ യേശു കർത്താവ് അന്നാളിൽ ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുന്നവനെ നോക്കിക്കൊണ്ട് പറയാണ്, അനീതിയുള്ളവനെ എന്നെ വിട്ടു പോകുമെന്ന്. അപ്പൊ എത്രയോ ശ്രദ്ധയോടെ നമ്മൾ ഭൂമിയിൽ ജീവിക്കേണ്ടതാണ്. അതെ, എത്രയോ ശ്രദ്ധയോടെ ഭൂമിയിൽ ജീവിക്കേണ്ടതാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ 2 തരം ആളുകളെ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളൂ. ഒന്ന് താഴെ കിടക്കുന്ന കൂലിവേല ചെയ്യുന്ന, അന്നുള്ള അവന്റെ നിത്യ ചെലവിന് വേണ്ടി അധ്വാനിക്കുന്ന ഏതൊരു വിശ്വാസി. ഹല്ലേലൂയ. അവനും ചിലപ്പോൾ ഉള്ളിൽ മോഹം ഉണ്ടാകാം, പണം സമ്പാദിക്കണം, സ്വത്ത് വകകള് വർദ്ധിപ്പിക്കണമെന്ന്. നല്ലൊരു മെച്ചപ്പെട്ട ജീവിതം, ബാങ്ക് ബാലൻസ് ഒക്കെ വേണമെന്ന് അവൻ ചിന്തിക്കുന്നു, അതിനുവേണ്ടി പോരാടുന്നു, പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ പണം പെരുകിയവൻ, സമ്പത്തിൽ മുഴുകിയിരിക്കുന്നവനും വസ്തുവകകളും ബാങ്ക് ബാലൻസും അധികമുള്ളവനും അവന്റെ ചിന്തയും തന്റെ കളപ്പുര എങ്ങനെ വികസിപ്പിക്കാം എന്ന്. വചനവാക്യം വെച്ച് അങ്ങനെയാണ് ആ ഭാഷ. തന്റെ കളപ്പുര എങ്ങനെ വികസിപ്പിക്കാമെന്ന് അവനും ചിന്തിച്ച് ഉറക്കമില്ലാതെ പണിയെടുക്കുന്നു. ഹല്ലേലൂയ. 2 എക്സ്ട്രീംസ്. ഹല്ലേലൂയ. ഇതിന്റെ ഇടയിൽ ഭൂരിഭാഗം ഒരു 80% ഉള്ളത് സാധാരണ ഒരു മിഡിൽ ക്ലാസ്. സ്തോത്രം. ഒരു മിഡിൽ ക്ലാസ്സിൽ സാധാരണ അത്യാവശ്യം ജീവിച്ചു പോകാവുന്ന ചുറ്റുപാടുള്ള വ്യക്തിത്വങ്ങൾ അനേകമുണ്ട് വിശ്വാസബോധത്തിൽ, അല്ലേ? പ്രൈസ് ലോർഡ്. ഇവരെ നമ്മൾ പറഞ്ഞാൽ അത് ശരിയാകില്ലല്ലോ. പ്രൈസ് ലോർഡ്. എന്താണ് ഇവർക്കും? ഹല്ലേലൂയ. ഇവരുടെ ഉള്ളിലും ദൈവം ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഇവരുടെ ഉള്ളിലും ഈ ചിന്തയാണെങ്കിൽ മാമോനും വേണം, ദൈവവും വേണം, സമ്പത്തും വേണം, സഭയും വേണം. ഹല്ലേലൂയ. പണവും വേണം, സഭായോഗവും വേണം. ഇത് വളരെ ഡേഞ്ചറാണ്. അതുകൊണ്ടാണ് എടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ദൈവം ഹൃദയം നോക്കിയാണ് കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത്. അന്ത്യനാളിൽ സ്തോത്രം, കരയുന്ന അനുഭവം ഉണ്ടാകാൻ പാടില്ല. നമുക്ക് പ്രത്യാശയോടെ നിത്യതയിൽ ചേരുവാൻ പണം, സമ്പത്ത്, മാമോൻ ഒരു വിനയായി മാറരുത് വിശ്വാസികളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് സമ്പത്തിനു വേണ്ടി എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. എന്തൊക്കെ കാര്യങ്ങളാണ് സമ്പത്തിന് പിടിച്ചു നിർത്താൻ, വസ്തുവകകൾ പിടിച്ചു നിർത്താൻ, ഭൂമിയിലുള്ളത് തന്റേതെന്ന് അവകാശപ്പെടുത്തിക്കൊണ്ട് പിടിച്ചു നിർത്തുവാൻ ഹല്ലേലൂയ വിശ്വാസികൾ പോലും ശ്രമിക്കുന്നത്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മളുടെ മുമ്പിൽ ജീവിക്കുന്നു. ആരെയും എടുത്തു പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലേ? പ്രൈസ് ദി ലോർഡ്. എത്രയോ ഉദാഹരണങ്ങൾ, എത്രയോ ആൾക്കാര് ദൈവിക വിഷയവും സമ്പത്തും ഒരുമിച്ച് വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കും? ഹല്ലേലൂയ. ഇനി കുറച്ചുകൂടി കടന്നു പറഞ്ഞാല് ദൈവത്തിന്റെ വചനത്തിൽ ഒരു അനാലജി, ഒരു കാര്യം, ഒരു സദൃശ്യം കർത്താവ് പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ. അത് നമുക്ക് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം 25-ാം അധ്യായം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 25 ഞാൻ എടുത്തേക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 14 മുതലുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ
ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തര് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനും പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കടന്നു തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്ന് യജമാനനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന്. ഹല്ലേലൂയ. ഞാൻ എല്ലാം വായിക്കുന്നില്ല, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണ്. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. ഹല്ലേലൂയ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. ഒരു ഫ്യൂച്ചർ പ്രോമിസ് ആണ് ദൈവത്തിന്റെ വചനം തന്നെ, അല്ലേ? അതെ. നമ്മൾ നേരത്തെ വായിച്ചു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിച്ചതല്ലേ? അതെ. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെ അതിന്റെ 16-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തില് നീതി കെട്ടവൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ. അപ്പൊ അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തനായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആര് പരമേൽപ്പിക്കും? ഇവിടെ പരമേൽപ്പിക്കുന്നത് കണ്ടോ മത്തായി സുവിശേഷത്തിൽ? ആമേൻ. താലന്ത് ലഭിച്ചവരെ പരമേൽപ്പിക്കുന്നത് കണ്ടോ? 2 താലന്ത് ലഭിച്ചവൻ അടുക്കൽ വന്ന്, യജമാനെ, 2 താലന്തല്ലോ എനിക്ക് തന്നത്, ഞാൻ 2 താലന്ത് കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, ഹല്ലേലൂയ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. ഹല്ലേലൂയ. പെട്ടെന്ന് ഒരു വർഷം നമ്മുടെ ചിന്തയിൽ വരും, ഹല്ലേലൂയ, 2 കിട്ടിയവൻ 2 കൂടെ നേടിയല്ലോ. ഹല്ലേലൂയ. 5 കിട്ടിയവൻ 5 കൂടെ നേടിയല്ലോ. അപ്പൊ 5 നേടണമെങ്കിൽ, 2 നേടണമെങ്കിൽ അധ്വാനിക്കണ്ടേ? ഹല്ലേലൂയ. സമയം ചെലവിടണ്ടേ? അപ്പൊ എനിക്ക് അധ്വാനിക്കാനും സമയം ചെലവിടാനും ഉള്ള ദൂതായി ഒരു പക്ഷേ ഇത് ചിന്തിക്കും. ഹല്ലേലൂയ. പക്ഷെ ആ അധ്വാനം, ആ സമയം ചെലവിടുന്നതും ഭൗമിക കാര്യത്തിനല്ല, ആത്മീയ വിഷയങ്ങൾക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. തെറ്റിപ്പോകരുത്. വചനം നമ്മള് വായിക്കുമ്പോഴും ഗ്രഹിക്കുമ്പോഴും നമ്മുടെ ബുദ്ധിയിൽ കാണുന്ന പോലെയുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. അതെങ്ങനെ മനസ്സിലാകാം? അതെങ്ങനെ നമുക്ക് മനസ്സിലാകാം? ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ താഴെ ഇങ്ങനെ വരുമ്പോൾ 31 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. ആമേൻ. സ്തോത്രം. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിൽ സിംഹാസനത്തിലിരിക്കും, സകല ജാതികളെയും അവന്റെ മുൻപിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ തന്റെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തു ഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. ഇനി ശ്രദ്ധിച്ചു. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, നിങ്ങൾ കുടിപ്പാൻ തന്നു,
എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊടുത്തു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ. ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടു. Praise the Lord. ഓരോ വാക്കും ശ്രദ്ധിച്ചോട്ടോ. 37 വാക്യം, അതിന് നീതിമാന്മാർ. അപ്പൊ നീതിമാന്മാരാണ്, അതായത് നിത്യതയിൽ പ്രവേശിക്കുന്നവരാണ്. ഹല്ലേലൂയ. വലതു ഭാഗത്ത് നേരത്തെ നമ്മൾ വായിച്ചു, അനീതികെട്ടവരെ, അനീതിയുള്ളവരെ എന്നെ വിട്ടു പോകുകയും എന്ന്, അല്ലേ? വാതിൽക്കിൽ നിന്ന് മുട്ടുന്ന, ആമേൻ, സഭായോഗങ്ങളിൽ പങ്കെടുത്ത, തെരുക്കോണുകളിൽ പ്രസംഗിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ അനീതി ഉള്ളവർ. ഇവിടെ പറയാണ് നീതിമാന്മാർ. വായിച്ചോ. അത് നീതിമാന്മാർ കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു. അതെ. ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു. അതെ. നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ടോ ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരും ഒരുത്തനിൽ നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയും എന്ന് അരുൾ ചെയ്യും. ഹല്ലേലൂയ. മതി. ഹല്ലേലൂയ. രാജാവ് അവരോട്. ഇപ്പൊ മനസ്സിലായി എന്താണ് ആ തലന്ത്, എന്താണ് ആ ടാലന്റ്. ഹല്ലേലൂയ. എന്താണ് അവർ ആ ടാലന്റ് ബിസിനസ് ചെയ്തത്, എങ്ങനെയാണ് അവർ വ്യാപാരം ചെയ്തത്, അനീതിയുള്ള മാമോൻ കൊണ്ട് എങ്ങനെയാണ് അവരുടെ ശുശ്രൂഷ ജീവിതവും വിശ്വാസ ജീവിതവും അവർ ഭൂമിയിൽ ചെയ്തത്. നീതിയുള്ളവര്. ആമേൻ. രണ്ടു കൂട്ടമായിട്ട് തിരിയാണ്, നീതിയുള്ളവരും അനീതിയുള്ളവരും. നീതിമാന്മാരെ വലത്ത് ചെമ്മരിയാടിനെ പോലെ, അനീതിയുള്ളവർ ഇടത് കോലാടുകളെ പോലെ അന്നാളിൽ ദൈവം തിരിക്കും. അപ്പോൾ വിശ്വാസ ഗോളത്തിൽ തന്നെ, സഭയിൽ ഇരിക്കുമ്പോൾ തന്നെ, പ്രാർത്ഥിക്കാൻ വരുമ്പോൾ തന്നെ, കൂട്ടായ്മ ആചരിക്കുമ്പോൾ തന്നെ നീതിമാന്മാരുണ്ട്, അനീതിയുള്ളവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീതിമാന്മാരുണ്ട്, അനീതിയുള്ളവരുണ്ട്. അനീതിയുള്ളവർക്ക് അന്നാളിൽ ഹല്ലേലൂയ വിലാപവും പല്ലുകടിയും നിത്യമരണവും നിത്യശിക്ഷാവിധിയുമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അല്പം കൊടുത്തു, അതിൽ അവർ വിശ്വസ്തരായിരുന്നില്ല. ആമേൻ. അല്പം കൊടുത്ത ദ്രവ്യത്തിന്മേൽ, മാമോന്മേൽ അവർ വിശ്വസ്തരായിരുന്നില്ല. ചാലന്തിൽ മേൽ അവർ വിശ്വസ്തരായിരുന്നില്ല. ഹല്ലേലൂയ. വിശ്വസ്തരായിരുന്നവരോ അവരെന്ത് ചെയ്തു? ഇവിടെ എനിക്ക് വിശന്നു. അപ്പൊ എങ്ങനെയാണ് ആ താലന്ത് ബിസിനസ് ചെയ്തേ? എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവരോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ ഇതെല്ലാം ചെയ്തു? നിന്നെ ഞങ്ങൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ, ഞങ്ങളുടെ ഭൗമിക ജീവിതത്തിൽ നിങ്ങൾ ഭൂമിയിലായിരുന്നപ്പോൾ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പൊ എന്റെ ആഴങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ അവസാനം രാജാവ് പറയാണ്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താണ് സ്തോത്രം? അല്പത്തിൽ വിശ്വസ്തത. ആമേൻ. എന്താണ് ആ അല്പത്തിൽ വിശ്വസ്തത? പ്രൈസ് ദി ലോർഡ്. എന്താണ് അല്പത്തിൽ വിശ്വസ്തത? ആമേൻ. അത്യല്പത്തിൽ വിശ്വസ്തനായവന് അധികത്തിലും വിശ്വസ്തൻ. അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. ആമേൻ. ദൈവം തരുന്ന സമ്പത്ത്, ദൈവം തരുന്ന പണം, ദൈവം തരുന്ന സ്വത്ത് വകകള്, ഹല്ലേലൂയ, ആമേൻ,
അതിന് വിശ്വസ്തയോടെ ദൈവം തരുന്ന ജോലി, ദൈവം തരുന്ന സമ്പത്ത്, ദൈവം തരുന്ന സമയം, അതിന് വിശ്വസ്തയോടെ നീതിയോടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അന്നാളിൽ ന്യായം വിധിക്കുന്ന ദിവസത്തിൽ അമേൻ സ്തോത്രം ഒരുപക്ഷേ വിലാപവും പല്ലുകടിയുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അമേൻ സ്തോത്രം. അപ്പോ വളരെ കൃത്യമായി മനസ്സിലാക്കണം, ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ സാധ്യമല്ല. ഇന്ന് നിങ്ങൾ ലോകത്തിലേക്ക് നോക്കിയേ, ഏതൊരു പൊളിറ്റീഷ്യൻ, ഏതൊരു രാഷ്ട്രീയക്കാരൻ, ഏത് പാർട്ടി ആയിക്കോട്ടെ, അവരുടെ എല്ലാവരുടെ ഉള്ളിലെ അജണ്ട എങ്ങനെ സമ്പന്നരാകാം, എങ്ങനെ മാമോനെ ഉണ്ടാക്കാം എന്നല്ലേ. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഫിലിം ഫീൽഡിലുള്ളവർ ആമേൻ, അവരുടെ ഉള്ളിലെയും ലക്ഷ്യം എങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കാം, എങ്ങനെ മാമോനെ കൊണ്ട് തനിക്ക് തങ്ങളുടെ രാജ്യങ്ങള് തങ്ങളുടെ മോഹങ്ങള് കെട്ടിപ്പടുത്താം എന്ന് അവർ ചിന്തിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇനി നമ്മൾ സാധാരണ ജനത്തെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഭൂമിയിൽ ജനിക്കുന്ന പല മതത്തിലുള്ള പല രാജ്യത്തിലുള്ള സാധാരണ ജനവും അവരുടെ ഉള്ളിലും ഈ ഒരു ചിന്തയുടെ ചെറുപ്പത്തിലെ മാതാപിതാക്കളായിക്കോട്ടെ, സ്നേഹിതരായിക്കോട്ടെ, ബന്ധുമിത്രാദികളായിരിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, ഈ ഒരു ചിന്തയല്ലേ അവരുടെ ഉള്ളിൽ, അവരുടെ ഹൃദയത്തിൽ ചെറുപ്പത്തിലെ അവരുടെ ഉള്ളിൽ സീഡായി ഈ ലോകം കാഴ്ചവെക്കുന്നത്. എങ്ങനെ സമ്പന്നനാകാം, എങ്ങനെ മാന്യതയോടെ ഭൂമിയിൽ ജീവിക്കാം, എങ്ങനെ ഉന്നതിയിൽ ചെന്ന് ചേരാം എന്ന് ചിന്തിച്ചല്ലേ പലരും ഭൂമിയിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു വിഷയം എത്രയോ ഗൗരവമായി കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ആമേൻ സ്തോത്രം. പിശാച് പല വാഗ്ദാനങ്ങളും പല സമ്പത്തിന്റെ പല മേഖലകളിൽ കൂടി നമ്മൾ കടത്തിവിട്ടാലും ആമേൻ ഹല്ലേലൂയ, അതെല്ലാം ട്രേഡ് ചെയ്തില്ലെങ്കിൽ വിശ്വാസിയെ ശ്രദ്ധിച്ച് കേൾക്കാൻ, നീ അത് ഭൂമിയിൽ ട്രേഡ് ചെയ്തില്ല എങ്കിൽ, നീ കളപ്പുര കൂട്ടിക്കൊണ്ടിരുന്നാൽ, ഹല്ലേലൂയ, സമ്പത്ത് പെരുപ്പിച്ചുകൊണ്ടിരുന്നാൽ, നീ അനീതിയുള്ള കാര്യവിചാരകൻ, അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നില്ല. പക്ഷേ നിനക്ക് കിട്ടുന്നതൊക്കെ ആമേൻ ഹല്ലേലൂയ കളപ്പുര കൂട്ടാതെ വലുതാക്കാതെ ആമേൻ തനിക്ക് ആവശ്യമുള്ളത് ഒഴിച്ച് ബാക്കിയെല്ലാം ട്രേഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഹല്ലേലൂയ, രാജാവ് പറഞ്ഞതുപോലെ നീ ഹല്ലേലൂയ ഞാൻ രോഗിയായിരുന്നു, നീ നിന്റെ സമ്പത്ത് ട്രേഡ് ചെയ്തു. ആമേൻ ഞാൻ നഗ്നനായിരുന്നു, നീ നിന്റെ മാമോനെ ട്രേഡ് ചെയ്തു. ഹല്ലേലൂയ ഞാൻ ഭക്ഷണമില്ലാതെ അലയുകയായിരുന്നു, നീ നിന്റെ പണത്തെ സമ്പത്തിനെ ട്രേഡ് ചെയ്തു. ഹല്ലേലൂയ നീ അതിനെ കൂട്ടിവെച്ചില്ല, നീ അതിന് പ്രയോറിറ്റി കൊടുത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ രാജാവ് പറയും, വിശ്വസ്തനായ ദാസനെ, നീതിമാനായ ദാസനെ, ഹല്ലേലൂയ, ഇതാ ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കുക. ഹല്ലേലൂയ. ഈ വർത്തമാനം കേൾക്കുവാൻ നമ്മൾക്ക് എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഈ വചനം എല്ലാവർക്കും ഹല്ലേലൂയ ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. ദൂരത്തും ചാരത്തും പലവിധ രാജ്യത്തിൽ നിന്ന് കേൾക്കുന്നവർക്കും എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് അനുഗ്രഹപ്രദമാകട്ടെ. എങ്കിലും സൂക്ഷിച്ചുകൊള്ളുക, നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ട് ആയിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ആമേൻ പിശാചിന്റെ ഈ താൽക്കാലിക ഇമ്പങ്ങളിലും സുഖങ്ങളിലും ആമേൻ അതിൽപ്പെട്ടു പോകാതെ ആമേൻ വചനം കേൾക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞുകൊണ്ട്, ഇതാ കർത്താവേ എനിക്ക് സ്വന്തമായി ഒന്നും വേണ്ട, എന്റെ ആവശ്യത്തിനുള്ള മാത്രം മതി, ബാക്കി നീ കാണിക്കുന്നത് പോലെ ചെയ്തുകൊള്ളാം. ആമേൻ സ്തോത്രം. നീ എനിക്ക് അഡ്വൈസ് തരുന്നത് പോലെ, നീ എന്റെ ചിന്തകളിൽ പ്രകാശം തരുന്നത് പോലെ ഞാൻ എന്റെ സമ്പത്തിനെ ട്രേഡ് ചെയ്യാം, ഞാൻ എന്റെ പണത്തിനെ ട്രേഡ് ചെയ്യാം. ഹല്ലേലൂയ. എനിക്ക് അവസാനം നല്ല ദാസനെ, വിശ്വസ്തനായ ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും എന്ന ശബ്ദം കേൾക്കണം എന്നൊരു ബോധ്യത്തിൽ നിങ്ങൾ
നിങ്ങൾ തന്നെ ഒരുക്കിയെടുക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, പരിപാലിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നന്ദി. പ്രൈസ് ദി ലോർഡ്. കണ്ണുകൾ അടക്കാം. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും പരിപാലനയും നടത്തുന്നു നമ്മളോടൊപ്പം, നമ്മുടെ കുടുംബത്തോടൊപ്പം, നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടൊപ്പം, ഹല്ലേലൂയ, നമ്മൾ കേട്ട വചനത്തോടൊപ്പം ദൈവത്തിന്റെ ആത്മാവ് അനുദിനം ഹല്ലേലൂയ ഓരോ സെക്കൻഡിലും നമ്മളോട് സംസാരിച്ചുകൊണ്ട് ഈ ആഴ്ച നമ്മളെ വഴി നടത്തട്ടെ, നമ്മളെ പരിപാലിക്കട്ടെ, ഇപ്പോഴും നീക്കും. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുയേശു മുഖാന്തരം നമുക്ക് ജയം നൽകിയ നമ്മുടെ പിതാവാം ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. നമ്മളെ വഴി നടത്തുന്ന ആ പിതാവാം ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ കർത്താവേ വരണമേ. പ്രൈസ് ഗോഡ്.